നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സൗദി അറേബ്യയ്ക്കും ഖത്തറിനുമിടയിൽ അതിവേഗ റെയിൽ പദ്ധതി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെയും സാന്നിധ്യത്തിൽ റിയാദിലാണ് കരാറിൽ ഒപ്പുവെച്ചത്. റിയാദിൽ നടന്ന സൗദി ഖത്തർ കോർഡിനേഷൻ കൌൺസിൽ യോഗത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചത്. റിയാദിനെയും ദോഹയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള കരാറിൽ സൗദി കിരീടാവകാശിയുടെയും ഖത്തർ അമീറിന്റെയും സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചു. 785 കിലോമീറ്റർ ദൂരമുള്ള പാത റിയാദിലെ കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധിപ്പിക്കും. മണിക്കൂറിൽ 300 കിലോമീറ്ററിലധികം വേഗതയിൽ ഓടുന്ന ട്രെയിനുകളാണ് ലക്ഷ്യം. നിലവിൽ ഏകദേശം 6-7 മണിക്കൂർ എടുക്കുന്ന റിയാദ് ദോഹ യാത്ര കേവലം 2 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രതിവർഷം 1 കോടിയിലേറെ പേർക്ക് യാത്ര ചെയ്യാം. നേരിട്ടും അല്ലാതെയും 30,000-ലധികം പേർക്ക് ജോലി ലഭിക്കും. അടുത്ത 6 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏറ്റവും പുതിയ റെയിൽവേ സാങ്കേതിക വിദ്യകളും സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ പാത മേഖലയിലെ സുസ്ഥിരമായ ഗതാഗത സംവിധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ്. ഹുഫൂഫ്, ദമാം തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകൾ വഴി കടന്നുപോകുന്ന പാത ഗൾഫ് മേഖലയുടെ വാണിജ്യ വിനോദസഞ്ചാര മേഖലകളിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കുന്ന റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യൻ സിനിമാ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. ബോളിവുഡ് നടി രേഖ മുഖ്യാതിഥിയായിരുന്നു. ഉംറാവ് ജാൻ എന്ന ചിത്രം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു. ജിദ്ദയിൽ നടക്കുന്ന റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ബോളിവുഡ് താരത്തിളക്കത്താൽ ശ്രദ്ധേയമാകുകയാണ്. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസങ്ങളിലൊന്നായ നടി രേഖ കഴിഞ്ഞ ദിവസം മേളയിൽ പങ്കെടുത്തു. തന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ ഉംറാവു ജാന്റെ പ്രത്യേക പ്രദർശനത്തിനായാണ് രേഖ ജിദ്ദയിലെത്തിയത്. സിനിമയെ ഇന്നും നെഞ്ചേറ്റുന്ന ആരാധകരോട് താരം നന്ദി പറഞ്ഞു. ആയിരത്തി 1981 പുറത്തിറങ്ങിയ സിനിമയുടെ ക്ലാസിക് സൗന്ദര്യവും രേഖയുടെ പ്രകടനവും വീണ്ടും ചർച്ചാ വിഷയമായി. സംവിധായകൻ മുസഫർ അലിക്കൊപ്പം മേളക്കെത്തിയ രേഖയെ കാണാൻ വിദേശികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആരാധകരെത്തി. ക്ലാസിക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഉംറാവ് ജാൻ എന്ന സിനിമ ഇന്ന് പ്രദർശിപ്പിച്ചു. അതിൻ്റെ സംവിധായകൻ മുസഫർ അലിയെയും അതുപോലെ പ്രധാന വേഷത്തിൽ അഭിനയിച്ച നടി രേഖയെയും കാണാൻ ഇവിടെയുള്ള ഇന്ത്യക്കാരടക്കമുള്ള ചലച്ചിത്രാസ്വാദകർക്ക് അവസരം ലഭിച്ചു. അവരുമായി സംവദിക്കാൻ സാധിച്ചു. റെഡ് കാർപ്പറ്റിൽ രേഖയെ വലിയ ആവേശത്തോടെയാണ് കാണികൾ വരവേറ്റത്. സിനിമയ്ക്കും നായികക്കും ആരാധക മനസ്സിൽ ഇന്നുമുള്ള സ്ഥാനം എത്രത്തോളമെന്ന് തെളിയിക്കുന്നതായിരുന്നു പ്രദർശനം. രേഖയെ കൂടാതെ ബോളിവുഡിലെ മുൻനിര താരങ്ങളായ ഐശ്വര്യ റായ് ബച്ചൻ, കൃതി സനോൻ, യുവതാരം കൃതിക് ആര്യൻ എന്നിവരും മേളയിൽ പങ്കെടുത്തു. ഇന്ത്യൻ സിനിമയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന്റെ സൂചന കൂടിയായി ഈ താരസാന്നിധ്യം. കാലങ്ങൾക്കിപ്പുറവും ഉംറാവ് ജാൻ വിസ്മയം തീർക്കുകയാണ്. സിനിമ കാണാനും സിനിമയിലെ നായികയെ കാണാനും സ്വദേശികളും വിദേശികളുമായ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ജിദ്ദ റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ജപ്പാനിൽ ഭൂചലനം 7.6 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തെ തുടർന്ന് ജപ്പാന്റെ വടക്കിഴക്കൻ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തീരദേശവാസികളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും കാലാവസ്ഥാ ഏജൻസി നിർദ്ദേശം നൽകി. ഹൊക്കൈഡോ, അമൂരി, ഇവാറ്റെ പ്രവിശ്യകളിലാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വടക്കൻ ജപ്പാനിലെ മിസാവയ്ക്ക് സമീപമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. തുടർച്ചയായ 7ാം ദിവസവും പ്രതിസന്ധി ഒഴിയാതെ ഇൻഡിഗോ. പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സമയം വേണമെന്ന് DGCAക്ക് മറുപടി നൽകി. ഇൻഡിഗോ സിഇഒയെ DGCA നിയോഗിച്ച സമിതി വീണ്ടും വിളിപ്പിച്ചേക്കും. രാജ്യവ്യാപകമായി ഇന്ന് റദ്ദാക്കിയത് 500-ലധികം വിമാന സർവീസുകളാണ്. ബുദ്ധിമുട്ട് നേരിട്ട യാത്രക്കാരുടെ ആവശ്യകതകൾ എയർലൈൻ ഓപ്പറേറ്റർമാർ നടപ്പാക്കണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. ഡൽഹിയിൽ ഇൻഡിഗോയുടെ 134-ലേറെ സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ബാംഗ്ലൂരിൽ 127 സർവീസും ഹൈദരാബാദിൽ 77 വിമാന സർവീസുകളും റദ്ദാക്കി. അതേസമയം 91% വിമാന സർവീസുകളും ഇന്ന് കൃത്യസമയം പാലിച്ചതായി ഇൻഡിഗോ അറിയിച്ചു. സോഫ്റ്റ്വെയർ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷണം നടത്തി. തുടർച്ചയായ സാങ്കേതിക വിദ്യാ നവീകരണം നടക്കുന്നുണ്ട്. രാജ്യത്തെ വ്യോമയാന മേഖലയ്ക്ക് ഉയർന്ന ആഗോള നിലവാരം പുലർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന്
കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു രാജ്യസഭയിൽ പറഞ്ഞു. Vision from the government is to have the top standards, global standards in the country for aviation. And it is with that vision that we are working. റദ്ദാക്കിയ ടിക്കറ്റുകൾക്ക് ഇതുവരെ 827 കോടി രൂപ ഇൻഡിഗോ റീഫണ്ട് ചെയ്തു. 3000-ഓളം ബാഗേജുകളും എത്തിച്ചു നൽകി. ഇൻഡിഗോയുടെ വിമാന സർവീസുകൾ വൈകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും ഡൽഹി വിമാനത്താവളം നിർദ്ദേശം നൽകി. 24 ഡൽഹി. റഷ്യൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യുക്രൈനിലെ ചെർണോബിൽ ആണവ റിയാക്ടറിനെ മൂടുന്ന സുരക്ഷാ കവചത്തിന് തകരാർ സംഭവിച്ചെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. ആണവ വികിരണങ്ങൾ നിയന്ത്രിക്കാനുള്ള ശേഷി കവചത്തിന് നഷ്ടപ്പെട്ടെന്നും തകരാർ ഉടൻ പരിഹരിക്കണമെന്നും ആണവോർജ്ജ ഏജൻസി. 1986-ലെ ചെർണോബിൽ ദുരന്തത്തിന് ശേഷം ആണവ വികിരണം തടയാൻ കവചത്തിന് ഫെബ്രുവരിയിൽ നടന്ന റഷ്യൻ ഡ്രോൺ ആക്രമണത്തിലാണ് തകരാർ സംഭവിച്ചത്. ഗസ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടത്തിലേക്ക് നീങ്ങാൻ ഇസ്രയേലും ഹമാസും തയ്യാറെടുക്കുന്നു. ഈ മാസം അവസാനം പദ്ധതിയുടെ 2ാം ഘട്ടത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിന്റെ നിരായുധീകരണവും ഗസയെ സൈന്യരഹിതമാക്കലും പ്രധാനമെന്ന് നെതന്യാഹു. നിലവിൽ ഇസ്രയേൽ സൈന്യം പിന്മാറിയിട്ടുള്ള മഞ്ഞവര ഗസയുടെ അതിർത്തിയായി നിശ്ചയിക്കണമെന്ന് ഇസ്രയേൽ. ഗസയിൽ അന്താരാഷ്ട്ര സേന ഹമാസിന്റെ നിരായുധീകരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഹമാസ് വക്താവ് ബസേൽ നയിം വ്യക്തമാക്കി. ഖത്തറിലെ ജനപ്രിയ വാർഷിക ആഘോഷങ്ങളിലൊന്നായ കോഫി, ടീ ആൻഡ് ചോക്ലേറ്റ് ഫെസ്റ്റിവലിന് മികച്ച പ്രതികരണം. അൽബിദ പാർക്കിൽ നടക്കുന്ന ആഘോഷം ഈ മാസം 13 വരെ തുടരും. ഇത് 10ാം വർഷമാണ്. വൈവിധ്യമാർന്ന ചായയും കാപ്പിയും ചോക്ലേറ്റുകളും രുചിച്ചറിയാനുള്ള മധുരങ്ങളുടെ ഉത്സവം ദോഹയിൽ സംഘടിപ്പിക്കുന്നത്. രുചികരമായ പാനീയങ്ങളും മധുര വിഭവങ്ങളും കുടുംബ ആഘോഷങ്ങളും ഒത്തുചേരുന്ന 10 ദിവസത്തെ ഉത്സവം കുട്ടികൾക്ക് കൂടി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. 40 കിയോസ്കുകൾ വഴി വിവിധ രുചിക്കൂട്ടുകളിലുള്ള കോഫി, ടീ, ചോക്ലേറ്റ്, മിഠായികൾ, ഡെസേർട്ടുകൾ എന്നിവ പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. 15ഓളം റെസ്റ്റോറന്റുകൾ ഉൾപ്പെടുന്ന ഫുഡ് കോർട്ടും സന്ദർശകരെ ആകർഷിക്കും. വൈകിട്ട് 4 മുതൽ രാത്രി 11 വരെ ദിവസേന ഫെസ്റ്റ് തുറന്നിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുട്ടികൾക്കായി പ്രത്യേക വിനോദ മേഖല, കാർണിവൽ റൈഡുകൾ, മാസ്കോട്ട് പരേഡ്, വേദിയിലെ തത്സമയ കലാപരിപാടികൾ എന്നിവയും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പെറ്റ് ഫ്രണ്ട്ലി ഫെസ്റ്റിവൽ കൂടിയായതിനാൽ സന്ദർശകർക്ക് തങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും കൊണ്ടുവരാൻ അനുമതി നൽകിയിട്ടുണ്ട്. പ്രവേശനം സൗജന്യമാണ്. ആദ്യ 4 ദിവസങ്ങളിൽ തന്നെ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഫെസ്റ്റിവൽ കാണാനെത്തിയത്. ഡിസംബറിലെ സുഖകരമായ കാലാവസ്ഥയിൽ കുടുംബവുമായി സമയം ചെലവഴിക്കാനുള്ള മികച്ച അവസരമെന്ന നിലയിൽ അടുത്ത ദിവസങ്ങളിലും ആയിരക്കണക്കിന് സന്ദർശകർ അൽബിദ പാർക്കിലെ പ്രദർശന നഗരിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അൻവർ പാലേരി, 24 ദോഹ. തൃശൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ തൃശൂർ ജില്ലാ സൗഹൃദവേദി അമേരിക്കൻ ഹോസ്പിറ്റൽ ക്ലിനിക്കുമായി സഹകരിച്ച് ദോഹയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സീറിംഗ് റോഡിലെ അമേരിക്കൻ ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ നടന്ന ക്യാമ്പിൽ 500ഓളം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് വിഷ്ണു ജയറാം ദേവ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഫർവാസ് ഇസ്മായിൽ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജംഷീർ അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ഗൾഫ് ടുഡേയിലേക്ക് തിരികെ. സൗദിയിൽ റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന സംഗീത പരിപാടിയിൽ സാന്നിധ്യമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ദമാമിലെ നവയുഗം സാംസ്കാരിക വേദി പ്രവർത്തകരാണ് പ്രവാസികൾക്കായി പരിപാടി ഒരുക്കിയത്. 4 മണിക്കൂർ നീണ്ടുനിന്നതായിരുന്നു സംഗീത നിശ. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്കായി പാടിത്തീർത്തത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒത്തിരി നല്ല പാട്ടുകൾ. ശൈത്യത്തിലേക്ക് പതിയെ നടന്നു നീങ്ങിയ ദമാമിലെ നല്ല രാവിൽ മഞ്ഞുകണങ്ങളാൽ പെയ്തിറങ്ങിയ പാട്ടിന്റെ കൂട്ടുകാരിയുടെ ആ നല്ല പാട്ടുകൾ എന്നും ഓർത്തു വയ്ക്കും സൗദിയിലെ പ്രവാസികൾ. ദമാമിലെ നവയുഗം സാംസ്കാരിക വേദി പ്രവർത്തകരാണ് റിതം ട്യൂൺസ് ഓഫ് എന്ന സംഗീത പരിപാടിയിലൂടെ KS ചിത്ര, അഫ്സൽ, അനാമിക, ശ്രീരാഗ്, ഭരതൻ ഒപ്പം ഒരു കൂട്ടം ഓർക്കസ്ട്ര ടീം അടങ്ങുന്ന സംഘത്തെ ദമാമിലെ പ്രവാസികൾക്കായി സമ്മാനിച്ചത്. ദമാമിലെ ലൈഫ് പാർക്കിലെ തിങ്ങിനിറഞ്ഞ വേദിയിൽ KS ചിത്രയും സംഘവും അങ്ങനെ മറ്റൊരു പാട്ടിന്റെ ചരിത്രം സൃഷ്ടിച്ചു. കാത്തിരുന്ന പ്രവാസികളും ആ നല്ല ശബ്ദമധുരമയിൽ നിന്നും പെയ്തിറങ്ങിയ പാട്ടുകളെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. കേട്ടുനിന്നവരുടെ ഉള്ളു കീഴടക്കുന്നതായിരുന്നു ഓരോ പാട്ടുകളും. ചിത്രയോടൊപ്പം എത്തിയ അഫ്സൽ, അനാമിക, ശ്രീരാഗ്, ഭരതൻ എന്നിവരും പാടി പ്രവാസികൾ ഏറെ ആഗ്രഹിച്ച ആ നല്ല പാട്ടുകൾ.
ദമാമിലെ നവയുഗം സാംസ്കാരിക വേദി പ്രവർത്തകർ ആദ്യമായി സംഘടിപ്പിച്ച ഈ സംഗീത ദിശ ദമാമിലെ പ്രവാസികൾ മറക്കില്ല ഒരിക്കലും. അത്രയോളം അവർ ആസ്വദിച്ചു. എല്ലാം വാക്കുകൾക്കപ്പുറത്ത്. വളരെ ഇഷ്ടപ്പെട്ടു. നല്ല പരിപാടിയായിരുന്നു. വെൽ ഓർഗനൈസ്ഡ്, എക്സ്ട്രീംലി ഗുഡ്. ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. ഇത് ദമാമിൽ ചിത്ര ചേച്ചി വന്നതിന്റെ ഒരു അസറ്റ് കണ്ടാണ്. പ്രോഗ്രാം ഈസ് സോ ഫാന്റാസ്റ്റിക്. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീര പരിപാടി. ഞങ്ങൾ എല്ലാവരും തകർത്താടി. അവിടെയൊക്കെ മനസ്സുകളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ ചിത്ര ചേച്ചി നന്നായി പാടി. ചിത്ര ചേച്ചിയുടെ ആദ്യത്തെ പരിപാടിയാണ്, വളരെ ഗംഭീരമായി. ചിത്ര ചേച്ചി വരുമെന്ന് അറിഞ്ഞപ്പോൾ നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എല്ലാ അറേഞ്ച്മെന്റ്സും എല്ലാം കാര്യങ്ങളും പൊളിയായിരുന്നു. ടൈം ലാഗ് ഒന്നും എൻജോയ് ചെയ്തു. ദമാമിന്റെ ഹൃദയതാളം പോലെ പെയ്തിറങ്ങിയ മനോഹരമായ ഒരു കലാപരിപാടിയായിരുന്നു. ദമാമിനെ ഇളക്കി മറിക്കുന്ന രൂപത്തിൽ ഉത്സവമാക്കി തീർക്കുവാൻ ഈ പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട്. മധുരമായിട്ടുള്ള സംഗീതം നമുക്ക് നുകരാൻ കഴിഞ്ഞു. കാരികയുടെ പ്രവർത്തകർക്കും കിഴക്കൻ പ്രവിശ്യയിലെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും കലാകാരന്മാർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരുന്നു. ദമാം ലൈഫ് പാർക്ക് സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം മണ്ണും മനസ്സും നിറച്ച 5 മണിക്കൂർ നീണ്ട അവിസ്മരണീയ സംഗീത രാവ് വിട പറഞ്ഞപ്പോൾ പാടി കൊതി തീരാതെ പാട്ടിന്റെ കൂട്ടുകാരി ചിത്രയും സംഘവും കേട്ടു മതിയാകാതെ ദമാമിലെ പ്രവാസികളും. സുബൈറുദ്ദീൻ, 24 ദമാം. കൊച്ചി നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. ഇവർക്കുള്ള ശിക്ഷാവിധി ഈ മാസം 12-നാണ്. രാജ്യം തന്നെ ഏറെ ചർച്ച ചെയ്ത കേസിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രഖ്യാപനം. കൊച്ചി നഗരത്തിൽ യുവനടിയെ കാറിൽ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ വി, വിജീഷ് VP, വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. ദിലീപിനെ കൂടാതെ 7-ാം പ്രതി ചാർലി തോമസ്, സനൽകുമാർ, ശരത് എന്നിവരെയും വെറുതെ വിട്ടു. ദിലീപിനെ പോലീസ് വേട്ടയാടിയെന്ന അഭിഭാഷകൻ B. രാമൻപിള്ളയുടെ പ്രതികരണം. അതൊരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ്. അത് അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ ബൈജു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ളത്. ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥർ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് ബൈജു പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. അതേസമയം കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. 6 പ്രതികളെയും തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. പൊതുബോധത്തെ ഏറെ സ്വാധീനിക്കുന്ന കേസുകളിൽ തെളിവുകളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് സൂചിപ്പിക്കുന്നത് പാഠമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് നൽകുന്നത്. കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും മേൽക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം കിട്ടിയെന്നും നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. ഇത് അന്തിമ വിധിയല്ലെന്നും മേൽക്കോടതികൾ ഉണ്ടെന്നും അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച B. സന്ധ്യ പ്രതികരിച്ചു. കേസിൽ നടിക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ലെന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മന്ത്രി P. രാജീവ്. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും മന്ത്രി. ഇല്ല, പൂർണ്ണമായ നീതി കിട്ടിയിട്ടില്ല. ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. അതേസമയം മേൽക്കോടതികളുണ്ടെന്നായിരുന്നു കേസിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച B. സന്ധ്യയുടെ പ്രതികരണം. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ലെന്നും മുൻ DGP. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത്. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് നീക്കം. അതിജീവിതയുടെ നിലപാടും നിർണായകമാകും. 24 കൊച്ചി.
ഗൾഫ് ടുഡേയിലേക്ക് തിരികെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ ജില്ലകളിൽ പോളിംഗിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ നടന്നിരുന്നു. നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമായ ഇന്നും വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. തെക്കൻ കേരളത്തിലെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 3 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ 11,168 വാർഡുകളിലെ വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനായി 15,432 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. വോട്ടിംഗ് യന്ത്രങ്ങളടക്കം ഏറ്റുവാങ്ങിയ സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങും. ഒന്നാം ഘട്ടത്തിൽ 7 ജില്ലകളിലായി 62,51,219 പുരുഷന്മാരും 70,32,444 സ്ത്രീകളും 126 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 1,32,83,789 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 480 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. ജില്ലയിലെ 186 ബൂത്തുകളിലാണ് പ്രശ്നസാധ്യതയുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷയും വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവേശം കൊട്ടിക്കയറിയ പരസ്യപ്രചാരണത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചരണത്തിലുള്ള ദിവസമാണ്. നിശബ്ദ പ്രചരണമാണെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. സമൂഹ മാധ്യമങ്ങൾ വഴിയും പ്രചരണം സജീവമാണ്. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ഗോതയിൽ വ്യത്യസ്ത പാർട്ടികൾക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ ഒന്നിച്ചോടിയ കാഴ്ച കൗതുകമായി. പാലക്കാട് കൂറ്റനാടാണ് ആരോഗ്യം, ശുചിത്വം, ലഹരിമുക്തം സന്ദേശവുമായി ബോധവൽക്കരണ കൂട്ടയോട്ടം നടന്നത്. നല്ല നാടിനു വേണ്ടത് ആരോഗ്യ, ശുചിത്വ, ലഹരിമുക്ത നാളുകളാണെന്ന സന്ദേശമുയർത്തിയാണ് നാഗലശ്ശേരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്കായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. 19 വാർഡുകളിൽ നിന്ന് മത്സരിക്കുന്ന 61 സ്ഥാനാർത്ഥികൾ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. ബാലറ്റ് പെട്ടിയിൽ മത്സരമാണെങ്കിലും നാടിനു വേണ്ടിയുള്ള യാത്രയിൽ ഒറ്റക്കെട്ടാണ് സ്ഥാനാർത്ഥികൾ. നാഗലശ്ശേരി പഞ്ചായത്തിലെ എല്ലാ മത്സരാർത്ഥികളും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഒരു നല്ല സന്ദേശമാണ്, ലഹരിക്കെതിരെ സന്ദേശമാണ്. ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും അവരുടെ ഊർജ്ജസ്വലത, അവരുടെ തുടർന്നുള്ള ഭരണ മികവിലും അവർ ആര് വന്നാലും അവരത് തെളിയിക്കും. അതിനുള്ള ഉത്തരവാദിത്തം അവർക്ക് സമൂഹത്തിന് മുമ്പിലുണ്ട്. അത് അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കും അതുപോലെ നമുക്കും ജനങ്ങൾക്കും കൊടുക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് ഇതിനെ കാണുന്നത്. രാവിലെ 7:30യോടെയാണ് റൺ വിത്ത് കാൻഡിഡേറ്റ് എന്ന പേരിൽ ന്യൂ ബസാറിൽ നിന്നും യാത്ര തുടങ്ങിയത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസറും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ജേതാവുമായ VK ധർമ്മേഷും റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ ട്രഷറർ വിപിൻ വിജിയും ചേർന്ന് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലബിന്റെ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാധിക ശ്രീകുമാർ സ്വാഗതവും പ്രസിഡന്റ് MP മണി നന്ദിയും പറഞ്ഞു. 24 പാലക്കാട്. ഗൾഫ് ഡേ പൂർത്തിയാകുന്നു.